ഖത്തറിൽ പുതുതായി വരാനിരിക്കുന്ന ഹമദ് അന്താരാഷ്ട്ര എയർപോർട്ടിൽ മൊബൈൽ ഹോട്ടൽ സംവിധാനം നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്ലൈറ്റിൽ നിന്നും നേരിട്ട് ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എയർപോർട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചലിക്കാൻ കഴിയുന്ന ഹോട്ടലിന്റെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് യുകെയിലുള്ള ആർക്കിടെക്റ്റായ മാർക്കോ തറാസോവിച്ചാണ്. തുടർച്ചയായി നീതി നിഷേധിക്കപ്പെടുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ വിഷയത്തിൽ കേരള ഭരണകൂടം ശക്തമായി ഇടപെടണമെന്ന് INL സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ വഹാബ്. ദുബൈയിൽ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു. പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നൽകിയ സത്യവാങ്മൂലം അപ്രതീക്ഷിതവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. കർണാടകയിലെ BJP സർക്കാരിനേക്കാൾ കടുത്ത നീതി നിഷേധമാണ് കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരുകളുടെ നട്ടെല്ലില്ലായ്മയും ഭീരുത്വവുമാണ് ഈ നിലപാടിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് സർക്കാരുകളുടെ നട്ടെല്ലില്ലായ്മയും ആർജവമില്ലായ്മയും ഭീരുത്വവുമാണ് കർണാടക വിഷയത്തിലും പ്രകടമായിരിക്കുന്നത്. ആസന്നമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കർണാടക സംസ്ഥാനത്തും പുറത്തും മഅദനി വിഷയം ചർച്ച ചെയ്യപ്പെടും എന്ന് ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിചാരണ അന്തിമമായി നീളുന്നതോടൊപ്പം ജാമ്യാപേക്ഷ പോലും സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. വരാനിരിക്കുന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്. മഅദനി നേരിടുന്ന നീതി നിഷേധത്തിന് കേരളത്തിലെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടണം. അദ്ദേഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കടുത്ത മനുഷ്യാവകാശ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിൻ്റെ നേരെ നടന്ന മനുഷ്യാവകാശ കയ്യേറ്റത്തിൽ വാസ്തവത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുമുണ്ട്. നമുക്കറിയുന്ന കാര്യമാണത്. അത് ഒരുപാട് കേരളത്തിൽ തലങ്ങും വിലങ്ങും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ കുറ്റവാളിയാക്കി, അദ്ദേഹത്തെ ഭീകരനായി മുദ്രകുത്തി. മഅദനിയുടെ നീതി നിഷേധത്തിനെതിരെ കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. 17ാമത് ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ റമളാൻ പ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ വാഗ്മി അബ്ദുസമദ് സമദാനി മാനവികതയുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ലോകമെങ്ങുമുള്ള കലുഷിത സാഹചര്യങ്ങളിൽ പ്രവാചകന്റെ സന്ദേശത്തിന് പ്രാധാന്യമേറുകയാണെന്ന് സമദാനി പ്രഭാഷണത്തിൽ ഉദ്ബോധിപ്പിച്ചു. രാഷ്ട്രീയത്തിലും മുമ്പെങ്ങുമില്ലാത്ത ഏറ്റുമുട്ടലുകളും വിവാദങ്ങളും നിറയുന്നത് ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കിസൈസ് ജമിയത്തുൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇനി റമളാൻ വിശേഷങ്ങൾ. Samawa Ramadan Special News brought to you by Samawa. Define fresh and long-lasting fragrance from Samawa. Samawa reaches everywhere. കാലവും സമൂഹവും മാറുമ്പോഴും മലപ്പുറം വണ്ടൂരിലെ വലിയ ജുമൂത്ത് പള്ളിയിൽ നോമ്പുതുറയ്ക്ക് പഴമയുടെ പകിട്ടാണ്. കതിനവെടി പൊട്ടിച്ചാണ് ഇവിടെ നോമ്പുതുറ സമയം അറിയിക്കുന്നത്. ഇവിടുത്തെ സവിശേഷതകൾ വേറെയുമുണ്ട്. ഇത് മാറ്റമില്ലാത്ത ആചാരങ്ങളുടെ വെടിമുഴക്കം. പരിസരങ്ങളിലുള്ള പള്ളികളിൽ നിന്നും ബാങ്ക് വിളി കേൾക്കാമെങ്കിലും വണ്ടൂർ വലിയ ജുമാഅത്ത് പള്ളിയുടെ 6 കിലോമീറ്റർ പരിധിയിലെ ജനങ്ങൾ ഇപ്പോഴും നോമ്പ് തുറക്കുന്നത് ഈ കദീനവടിയുടെ ശബ്ദം കേട്ടാണ്. എത്ര വർഷമായി ഈ ആചാരം തുടർന്നു വരുന്നുവെന്നതിൽ കൃത്യതയില്ല. പക്ഷേ വണ്ടൂർക്കാരൻ മുഹമ്മദ് ജോലി ഏറ്റെടുത്തിട്ടിപ്പോൾ 30 വർഷമായി. ഇതൊരു 10-13-14 കിലോമീറ്റർ കേൾക്കും. വാഹനശല്യമില്ലെങ്കിൽ ട്രാഫിക് കമ്മിയാണ് അകലെ ഒട്ടുമാരി കേൾക്കും. ഇവിടെയൊന്നും തീരുന്നില്ല ഈ പള്ളിയിലെ സവിശേഷതകൾ. ബാങ്ക് വിളിക്കോ വെള്ളിയാഴ്ചയിലെ ഖുത്ബയ്ക്കോ ഇവിടെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാറില്ല. പകരം നഗാര അടിക്കലാണ് പതിവ്. മൈക്ക് വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇതും വിശ്വാസത്തിന്റെ ഭാഗമാണ്. പുതുമയുടെ പിന്നാലെ പോകുന്ന ന്യൂ ജനറേഷൻ യുവത ഇവിടെയുമുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർക്കും ഈ ആചാരങ്ങളോടാണ് ഇഷ്ടം. പഴമയുടെ വിശുദ്ധിയിലാണ് സാമൂഹിക നന്മ കുടികൊള്ളുന്നതെന്ന് ഇവർ വിശ്വസിക്കുന്നു. ക്യാമറാമാൻ CR രജിത്തിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ വൺ, മലപ്പുറം. ഇനി നാളത്തെ സുബഹി സമയം. Samawa Ramadan Special News brought to you by Samawa. Define fresh and long-lasting fragrance from Samawa. Samawa reaches everywhere.
ഖത്തറിൽ ആരോഗ്യമേഖലയിൽ ജോലിക്കായി സമർപ്പിക്കപ്പെട്ട സർട്ടിഫിക്കറ്റുകളിൽ മിക്കതും വ്യാജമാണെന്ന് തെളിഞ്ഞതായി ഉന്നതാരോഗ്യ സമിതിയിലെ ഡോക്ടർ ജമാൽ റഷീദ് അൽ ഗൻജി വ്യക്തമാക്കി. നഴ്സിംഗ് മേഖലയിലെ ജോലിക്ക് സമർപ്പിക്കപ്പെട്ടതിൽ 60% സർട്ടിഫിക്കറ്റുകളും വ്യാജമായിരുന്നുവെന്ന് പറഞ്ഞതായി അഷർക്ക് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇത്തരം വ്യാജന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള മാർഗനടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 15.75, UAE ദിർഹം 16.9, ബഹ്റൈൻ ദിനാർ 156.7, ഖത്തർ റിയാൽ 16.23, കുവൈറ്റ് ദിനാർ 207.37, ഒമാൻ റിയാൽ 153.45. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പഠിക്കാനായി CPM പോളിറ്റ് ബ്യൂറോ നിയോഗിച്ച കമ്മീഷൻ ഉടൻ കേരളത്തിലേക്കില്ല. ആഗസ്റ്റ് 1 മുതൽ 4 വരെ കേരളത്തിലെത്തുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആനുകാലിക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചാണ് സന്ദർശനം മാറ്റിവെച്ചത്. കൂടിയാലോചനകൾക്ക് ശേഷമേ സന്ദർശന തീയതി ഇനി തീരുമാനിക്കൂ. ഈജിപ്തിൽ അരങ്ങേറുന്ന കൂട്ടക്കൊലയെ അപലപിച്ച് സോളിഡാരിറ്റി മലപ്പുറം തിരൂരിൽ റാലി സംഘടിപ്പിച്ചു. തിരൂർ റിംഗ് റോഡിൽ നിന്നാരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. സോളിഡാരിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി മൌഫ് അഭിസംബോധന ചെയ്തു. ഉമർ സാദിഖ് പച്ചാട്ടിരി, ഫൈസൽ കോട്ടക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിംബാബ്വേക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് ജയം. ഹരാരെ ഏകദിനത്തിൽ ഇന്ത്യ സിംബാബ്വേയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി. 4 വിക്കറ്റ് വീഴ്ത്തിയ അമിത് മിശ്രയാണ് മാൻ ഓഫ് ദി മാച്ച്. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും പരസ്പര സംഘർഷത്തിന് നാളുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനിടയിൽ ദക്ഷിണ കൊറിയയിലേക്ക് നുഴഞ്ഞുകയറി അവിടുത്തെ ഭക്ഷണപ്രേമികളുടെ മനം കവർന്ന ഒരു ഉത്തര കൊറിയൻ യുവതിയെ ഇനി പരിചയപ്പെടാം. പ്രതിസന്ധികൾ മറികടന്ന് മാസ്റ്റർ ഷെഫ് പട്ടത്തിന് അർഹയായിരിക്കുകയാണ് കിം ഹാ ന എന്ന ഈ യുവതി. 2005 സംഘർഷം രൂക്ഷമായ സമയത്താണ് കിം ഹാ ന എന്ന കൊച്ചു യുവതി ദക്ഷിണ കൊറിയയിലെത്തിപ്പെട്ടത്. മാതാപിതാക്കളെ പിരിഞ്ഞ കിമ്മിന് ഒത്തിരി നാൾ തെരുവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. മാതാപിതാക്കളെ തിരയുന്ന ശ്രമത്തിനിടയിലാണ് ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന പാചക മത്സരത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. രക്ഷിതാക്കളെ കണ്ടെത്താൻ മത്സരത്തിലെ പങ്കാളിത്തം കൊണ്ട് കഴിയുമെന്ന് കിം ഹാ ന വിചാരിച്ചു. തന്റെ ജീവിത സാഹചര്യം തിരിച്ചറിഞ്ഞ മത്സരത്തിലെ അണിയറ പ്രവർത്തകർ തനിക്ക് മികച്ച പിന്തുണയാണ് നൽകിയതെന്ന് ഈ കൊച്ചു പാചകക്കാരി ഓർക്കുന്നു. 똑같이 동등하게 도전을 해서 같이 이거를 미션을 한 거잖아요. 근데 그 외에 다른 항상 문제들 보게 되면 മത്സരത്തിലെ ഓരോ ഘട്ടങ്ങളിലും തന്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചോർത്ത് പ്രവർത്തിച്ചതാണ് വിജയത്തിലേക്ക് വഴിതുറന്നതെന്ന് വിജയിയായ ശേഷം കിം ഹാ ന പ്രതികരിച്ചു. 6500 അപേക്ഷകരിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാലാണ് കിം ഹാ ന മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് സംഘാടകർ പറഞ്ഞു. പാചകത്തിലുള്ള കഴിവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി കൊറിയയിലെ മാസ്റ്റർ ഷെഫ് എന്ന പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ യുവതി. യുദ്ധക്കെടുതികൾ മൂലം ദുരിതമനുഭവിക്കുന്ന ഒട്ടനവധി പേർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇനി യുവതിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈജിപ്തിൽ ആളിപ്പടരുന്ന മുർസി വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ആശങ്ക. യൂറോപ്യൻ യൂണിയൻ നടുക്കം രേഖപ്പെടുത്തി. കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. സൈനികരുമായി ചർച്ചയ്ക്കില്ലെന്ന് മുസ്ലിം ബ്രദർഹുഡ്. ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൽ ഗസയിലും രമല്ലയിലും വൻ പ്രതിഷേധം. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. കുവൈത്തിൽ പുതിയ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഓഗസ്റ്റ് 8-ന്. സ്ത്രീകൾക്ക് പ്രത്യേക ക്വാട്ട വേണമെന്ന ആവശ്യം ശക്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ശുഭരാത്രി.